ഫ്രണ്ട്സ്. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ട്രീ ഓഫ് ലൈഫ് ക്ലാസിഫിക്കേഷൻ സിസ്റ്റമാണ്. അപ്പോൾ നോക്കിയേ, ട്രീ ഓഫ് ലൈഫ്. അപ്പോൾ ഈ ട്രീ ഓഫ് ലൈഫിനെ കുറിച്ച് നമ്മൾ ഇതിന് തൊട്ട് മുമ്പുള്ള ഒരു വീഡിയോയിൽ കണ്ടായിരുന്നു. സൂപ്പർ ഗ്രൂപ്പ് സിസ്റ്റം ഓഫ് സൂപ്പർ ഗ്രൂപ്പ്സ് അണ്ടർ ദ യൂകാരിയോട്ടിക് ഡൊമൈൻ എന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ ഉണ്ടായിരുന്നു. അത് കണ്ടിട്ടില്ലാത്തവരൊന്ന് കണ്ടോളൂ. അതിനകത്ത് ഞാൻ പറഞ്ഞായിരുന്നു ട്രീ ഓഫ് ലൈഫ് എന്താണ്. അപ്പം എന്താണ് ട്രീ ഓഫ് ലൈഫ്? ആ പേര് സൂചിപ്പിക്കുന്നത് പോലെ എന്താ ആ ആ ഒരു ആ ഒരു ക്ലാസിഫിക്കേഷന്റെ ആ ഒരു റിപ്രസെന്റേഷന് ഒരു ട്രീയുടെ അപ്പിയറൻസ് ആണ്. ഒരു ട്രീ നമുക്കറിയാലോ, ഒരു മെയിൻ ബ്രാഞ്ച് ഉണ്ടായിരിക്കും, പിന്നെ കുറെ എന്താണ് സബ് ബ്രാഞ്ചസ്, അങ്ങനെ അങ്ങനെ അതേ പോണക്ക് ഒരു സ്ട്രക്ചർ അത് വെച്ചിട്ട് ഈ എർത്തിലുള്ള എല്ലാ ജീവജാലങ്ങളെയും ക്ലാസിഫൈ ചെയ്ത് വെച്ചിരിക്കുകയാണ്. കണ്ടോ, അങ്ങനത്തെ ഒരു അറ്റംപ്റ്റ്, ഒരു അപ്രോച്ചാണ് ട്രീ ഓഫ് ലൈഫ് ക്ലാസിഫിക്കേഷൻ സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പം ട്രീ ഓഫ് ലൈഫ് ആ ഒരു പിക്ചർ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എന്തൊക്കെ മനസ്സിലാക്കും? നമ്മുടെ ഈ ലോകത്തിലുള്ള എല്ലാ ജീവികളും തമ്മിലുള്ള ഇവല്യൂഷണറി റിലേഷൻഷിപ്പ്. ഇപ്പം ഒരു സ്പീഷീസ്, ഒരു ഗ്രൂപ്പ്, അത് ഏതിൽ നിന്ന് ആണ് ഇവോൾവ് ചെയ്തത്, അത് അടുത്ത ഏതിൽ നിന്ന് ഇവോൾവ് ചെയ്തു, അങ്ങനത്തെ ഒരു ഇവല്യൂഷണറി റിലേഷൻഷിപ്പ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഈ ഭൂമിയിലുള്ള എർത്തിലുള്ള എല്ലാത്തിനും വേരിയസ് ഓർഗാനിസംസ് തമ്മിലുള്ളത്, അതൊരു ഇമ്പോർട്ടൻസ് ആണ്. അപ്പം അതേപോലെ ഈ ട്രീ ഓഫ് ലൈഫിന്റെ പിക്ചറാണ് ഈ കാണിച്ചിരിക്കുന്നത്. അപ്പം ഇതിനകത്ത് കാര്യങ്ങൾ അടുക്കി പറക്കി വെച്ചിരിക്കുന്നത് ഒരു ഓർഡറിലാണ്. ഓർഡർ എന്ന് പറയുമ്പോഴത്തേക്ക് ടാക്സോണമിക് ലെവൽസിലാണ്. ഏതൊക്കെയാ നമുക്കറിയാം: ഡൊമൈൻസ്, കിങ്ഡംസ്, ഫൈല, ക്ലാസ്, ഓർഡർ, ഫാമിലി, ജനറ ആൻഡ് സ്പീഷീസ്. അങ്ങനെ ആ ഒരു ഹൈറാർക്കിയിൽ ഓർഗാനിസംസിനെ മുഴുവൻ ക്ലാസിഫൈ ചെയ്ത് വെച്ചിരിക്കുകയാണ്. അതിന്റെ പഴക്കം അനുസരിച്ച്, ഡിപ്പെൻഡിങ് അപ്പോൺ ഇറ്റ്സ് മീൻസ് റീസൻസി ഇൻ ഒറിജിൻ അല്ലേ. അപ്പം ഏറ്റവും പഴയത് ഏറ്റവും അടിയിൽ വരും, അത് കഴിഞ്ഞിട്ടുള്ളത് അങ്ങനെ 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 അറേഞ്ച് ചെയ്തിട്ട് ഒരു ഹൈപ്പോത്തറ്റിക്കൽ, ഒരു ട്രീ ലൈക്ക് എക്സ്പ്രഷൻ ആണ് ട്രീ ഓഫ് ലൈഫ് എന്ന് പറയുന്നത്. അപ്പം ഹൂ ഗീവ് ദിസ് മച്ച് പോപ്പുലറൈസേഷൻ, ഈ ഒരു കൺസെപ്റ്റ് ട്രീ ഓഫ് ലൈഫ്, അതിന് ഇത്രയും പോപ്പുലറൈസേഷൻ കൊടുത്ത ആരാ? വേറെ ആരുമല്ല, നമ്മുടെ ചാൾസ് ഡാർവിൻ തന്നെയാണ്. അദ്ദേഹത്തിന്റെ ഏത് ബുക്ക്? ഓൺ ദി ഓറിജിൻ ഓഫ് സ്പീഷീസ് എന്ന് പറയുന്ന ഗ്രൂപ്പിൽ അദ്ദേഹം ഇതിന് ഒത്തിരി പോപ്പുലറൈസേഷൻ കൊടുത്തു, ഈ ഒരു അപ്രോച്ചിന്. അപ്പം നമുക്ക് ഇതിൻ്റെ പാർട്സ് പഠിക്കണം. നമ്മൾ എന്തിനെ കുറിച്ച് പഠിക്കുമ്പോഴും നമ്മൾ അതിൻ്റെ പാർട്സ് ഒക്കെ പഠിക്കുന്ന പോലെ ഒരു 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 ട്രീ ഓഫ് ലൈഫ്, അതിന് എന്തൊക്കെ ഫീച്ചേഴ്സ് ഉണ്ട് എന്നുള്ളത് നമുക്ക് നോക്കാം. ഫസ്റ്റ് റൂട്ട്. വേരിൽ നിന്നായിരിക്കണമല്ലോ തുടങ്ങേണ്ടത്. വേര് എന്ന് പറയുന്നതാണ് എൻ്റെ ബിഗിനിങ് എന്ന് പറയുമ്പോഴത്തേക്ക് ഈ ലോകത്തിലുള്ള എല്ലാ ജീവജാലങ്ങളും ഇവോൾവ് ചെയ്തിരിക്കുന്നത് ആദ്യം ഏതിൽ നിന്നാണ് ഉണ്ടായത്, ആദ്യത്തെ ആൻസിസ്റ്റർ ഏതാണ്, അതാണ് അതിൻ്റെ റൂട്ട്. മനസ്സിലായോ? ദാറ്റ് ഈസ് എ ബേസ്. ഹൈപ്പോത്തറ്റിക്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഹൈപ്പോത്തറ്റിക്കൽ ട്രീ എന്ന് വെച്ചാൽ സാങ്കല്പികമായിട്ടുള്ള ഇമാജിനേറ്ററി ട്രീ. ആ ഇമാജിനേറ്ററി ട്രീയുടെ ബേസ്, അതിനെ റൂട്ട് എന്ന് പറയും. ആ റൂട്ട് എന്ന് പറയുന്നത് കോമൺ, എല്ലാ ഓർഗാനിസത്തിന്റെയും കോമൺ ആൻസിസ്റ്റർ, അതിൽ നിന്നാണ് ബാക്കിയുള്ളതെല്ലാം ഉണ്ടായിട്ടുള്ളത് അല്ലേ. ആ കോമൺ ആൻസിസ്റ്ററിനെ നമുക്ക് എന്ത് പറയാം? ലാസ്റ്റ് യൂണിവേഴ്സൽ കോമൺ ആൻസിസ്റ്റർ, അതിന്റെ ഷോർട്ട് ഫോം ലൂക്ക. കണ്ടോ, ലൂക്ക എന്ന് പറയും. എൽ ഫോർ ലാസ്റ്റ് യൂണിവേഴ്സൽ കോമൺ ആൻസിസ്റ്റർ. ഓക്കെ, അപ്പം അതെന്ന് പറയുന്നതായിരിക്കുമല്ലോ ഞാൻ പറഞ്ഞ കണക്ക് ഇറ്റ്സ് എ കോമൺ ആൻസിസ്റ്റർ ഫോർ ഓൾ ലൈഫ് ഫോം ഇൻ ദി എർത്ത്. അപ്പൊ റൂട്ട് എന്താന്ന് പിടികിട്ടിയല്ലോ അല്ലേ. ഓക്കെ, നെക്സ്റ്റ് ബ്രാഞ്ചസ്. ഇപ്പൊ നോക്കുമ്പോൾ തന്നെ കാണാം കുറേ ബ്രാഞ്ചുകൾ നമുക്ക് ഇവിടെ ഇങ്ങനെ കാണാം അല്ലേ. അപ്പൊ ഈ ബ്രാഞ്ച് എന്ന് പറയുന്നത് ഇപ്പൊ ഒരു വഴിക്ക് ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയായിരുന്നു ഇവോൾവ് ചെയ്ത്. അപ്പോൾ എന്തോ ചില മോഡിഫിക്കേഷൻ വന്നപ്പോൾ അതിൽ നിന്നൊരു ഡൈവേർജൻസ് കണ്ടോ, എന്നിട്ട് അതിൽ നിന്ന് ഒരു ഗ്രൂപ്പ് ഓർഗാനിസംസ് വരുന്നുണ്ട് കണ്ടോ. അപ്പം അതിനെയാണ് ബ്രാഞ്ച് എന്ന് പറയുന്നത്. കണ്ടോ, ബ്രാഞ്ച് മനസ്സിലായോ? അപ്പം ഓരോ ബ്രാഞ്ച് എന്ന് പറയുന്നത് ഒരു ലീനിയേജ് ആയിരിക്കും. ലീനിയേജ് എന്താണെന്ന് ഞാൻ പറഞ്ഞോട് എക്സ്പ്ലെയിൻ ചെയ്ത ഒരു സിമ്പിൾ ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് അറിയാത്തവർക്ക് വേണമെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം. അപ്പം ഇനി ഞാൻ ഇതിൽ അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ഇപ്പം ഒരു ലീനിയേജ് ആയിരിക്കും, അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് ഓർഗാനിസംസ് ഉണ്ടോ. ഓരോ ബ്രാഞ്ച് എന്ന് പറയുന്നത്.
കാരണം ഈ നോർമലി ഇങ്ങനെ ഇവോൾവ് ചെയ്ത് ഇങ്ങനെ ലോകം ഇങ്ങനെ പൊക്കോണ്ടിരിക്കുമെന്ന ഒരേ ഫീച്ചേഴ്സ് ഉള്ള ഓർഗാനിസം വെച്ച്. അപ്പോൾ കുറേ എന്തോ ഒരു സ്പെഷ്യൽ വന്നിട്ടാണ് ഒരു ബ്രാഞ്ച്, ഒരു ഡൈവേർജൻസ്, ഒരു ഡൈവേഴ്സിഫിക്കേഷൻ വരുന്നത്. അപ്പം അതൊരു ബ്രാഞ്ച് ആവും. അപ്പം ബ്രാഞ്ച് എന്ന് പറയുന്നത് ഒരു ലീനേജ് ആവാം, അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് ഓർഗാനിസംസ് ആയിരിക്കാം. മനസ്സിലായോ? അപ്പം ദേ ഇവോൾവ്. അപ്പം ഈ മൊത്തം ഓർഗാനിസം ഇവോൾവ് ചെയ്തത് ഒരു ഷെയ്ഡ് കോമൺ ആൻസിസ്റ്റർ ഉണ്ട്. അവർക്കൊരു കോമൺ ആൻസിസ്റ്റർ ഉണ്ടായിരിക്കും. ഇതിൽ നിന്നാണ് ഇവരെല്ലാം ഉണ്ടായത്. മനസ്സിലായോ? അപ്പം അതാണ് ബ്രാഞ്ച് എന്ന് പറയുന്നത്. ആ ഒരു കൺസെപ്റ്റ് ഐഡിയ പിടികിട്ടിയല്ലോ. ഇനി നോട്ട്സ് എന്ന് പറയുമ്പോഴത്തേക്ക് അപ്പം ഇങ്ങനെ ഒരു ബ്രാഞ്ച് മീൻസ് ട്രീയുടെ വന്നു, ബ്രാഞ്ച് ഉണ്ടായി, ബ്രാഞ്ചിൽ നിന്ന് വീണ്ടും ഉണ്ടോ ഇങ്ങനെ റീബ്രാഞ്ച്. നോട്ട്സ് എന്ന് പറയുമ്പോൾ എന്താണെന്ന് അറിയാമോ? ഇവിടെ ഒരു ആൻസിസ്റ്റർ ഉണ്ട്. അപ്പം ഈ ആൻസിസ്റ്ററിൽ നിന്ന് പിന്നെയും എന്തോ ഒരു സ്പെഷ്യൽ ഫീച്ചർ വന്നിട്ട് വീണ്ടും വ്യത്യാസപ്പെട്ട 2 ഗ്രൂപ്പ് ഉണ്ടാവും. അപ്പം അതിനെ നോട്ട്സ് എന്ന് പറയും. ബ്രാഞ്ചിൽ നിന്ന് വന്നിട്ട് വീണ്ടും ഡൈവേഴ്സിഫിക്കേഷൻ, സ്പീസിയേഷൻ വന്ന് വീണ്ടും വേറെ വേറെ ഗ്രൂപ്പ്സ് ഉണ്ടാവുന്നു. ആ പോയിന്റിനെയാണ് നോട്ട്സ് എന്ന് പറയുന്നത്. പോയിന്റ് വെയർ ബ്രാഞ്ചസ് ഡൈവേഴ്സ്, അതാണ് നോട്ട്സ് എന്ന് പറയുന്നത്. പോയിന്റ് ഏതാണോ, എവിടെയാണോ ബ്രാഞ്ചസ് വീണ്ടും ഡൈവേഴ്സ് ചെയ്യുന്നത്, ആ പോയിന്റിനെ നോട്ട്സ് എന്ന് പറയും. ഉണ്ടോ? ഇപ്പോൾ ഇങ്ങനെ ബ്രാഞ്ച് വന്നു. ഈ പിക്ചർ നോക്കിയാൽ ബ്രാഞ്ച്, ഇവിടെ ബ്രാഞ്ച് ഉണ്ടോ, ആ കോമൺ ആൻസിസ്റ്റർ. അപ്പോൾ അതിങ്ങനെ വന്നപ്പോഴാണ് അതിനുണ്ടോ വെർട്ടിബ്രേ ഹിഞ്ച്ഡ് ജോസ് എന്ന് പറയുന്ന ഒരു ഫീച്ചർ വന്നപ്പോൾ കൊണ്ടോ വേറൊരു ഗ്രൂപ്പ്. ഇപ്പോൾ ഒരു ഡൈവേർജൻ. അപ്പം മനസ്സിലായോ? അപ്പോൾ അങ്ങനെ ഇതിനെ നോഡെന്ന് നമുക്ക് പറയാം. മനസ്സിലായോ? ഓക്കെ. അപ്പം ഈ നോട്ട്സ് എന്ന് പറയുന്നത് ഒരു കോമൺ ആൻസിസ്റ്റർ ഉണ്ടായിരിക്കും. അതിൽ നിന്ന് രണ്ട് ഡിഫറെൻറ്റ് എവല്യൂഷണറി പാത്സ് ഉണ്ടായിട്ടുണ്ടായിരിക്കും. അപ്പം മനസ്സിലായോ? അപ്പോൾ ഒരു ഡൈവേർജൻ പോയിന്റ് ആണ്. അപ്പോൾ ഒരു റോഡ് ഇങ്ങനെ വന്നിട്ട് 2 ജംഗ്ഷനായിട്ട് പിരിയത്തില്ലേ, അതേപോലെ ഒരു ഡൈവേർജൻ, അവിടുന്ന് 2 വേറിട്ട സംഭവങ്ങൾ ഉണ്ടാവുകയാണ്. എന്തോ പുതിയ ചില സ്വഭാവങ്ങൾ അല്ലെങ്കിൽ ക്യാരക്ടേഴ്സ് വന്നിട്ട് വീണ്ടും പുതിയ 2 ഗ്രൂപ്പ് ഉണ്ടാവുകയാണ്. മനസ്സിലായോ? അതാണ് നോട്ട്സ് എന്ന് പറയുന്നത്. ഇനി ടാക്സോണമിക് ലെവൽ. അപ്പോൾ നമ്മളിപ്പോൾ ഒരു ഷെൽഫ് എടുത്തു കഴിഞ്ഞാലും എന്തെടുത്തു കഴിഞ്ഞാലും അതിൽ കാര്യങ്ങൾ നമുക്കൊരു അടുക്കി പറക്കി വെക്കുന്നതിന് എന്തെങ്കിലും ഒരു നമ്മുടെ മനസ്സിൽ ഒരു കൺസെപ്റ്റിൻ്റെ ബേസിലായിരിക്കുമല്ലോ. അപ്പോൾ ഈ ട്രീ ഓഫ് ലൈഫിൽ എല്ലാ ഓർഗാനിസത്തിനെയും അടുക്കി പറക്കി വെച്ചിരിക്കുന്ന ഒരു ഓർഡർ ഉണ്ട്. നമ്മുടെ ടാക്സോണമിക് ലെവൽസ്, ഡൊമൈൻ, കിങ്ഡം, ഫൈലം, ഓർഡർ, ക്ലാസ്, അങ്ങനെയുള്ള ആ ടാക്സോണമിക് ലെവൽസിൻ്റെ എന്താണ് ഓർഡറിലാണ് അടുക്കി പറക്കി വെച്ചിരിക്കുന്നത്. ഏതില്? ട്രീ ഓഫ് ലൈഫിനകത്ത്. ഓക്കെ. അപ്പം ബ്രാഞ്ചസ്, ട്രീ ഓഫ് ലൈഫിലെ ബ്രാഞ്ചസ് എങ്ങനെയാണ് ഓർഗനൈസ് ചെയ്തിരിക്കുന്നത്? ടാക്സോണമിക് ലെവൽസ് ലൈക്ക് കിങ്ഡം, ഫൈല, ക്ലാസ്, ഓർഡർ, ഫാമിലി, ജീന, സ്പീഷീസ്. അതൊന്ന് നിങ്ങൾക്ക് ഞാൻ മനസ്സിലാക്കി തരാം. അപ്പം നോക്കിക്കോണേ. ഇത് ഞാൻ ചുമ്മാ ഒരു വരച്ചതാണ് കേട്ടോ. നമ്മുടെ ട്രീ ഓഫ് ലൈഫ് അപ്രോച്ചാണ്. അതിലെ 3 മെയിൻ ബ്രാഞ്ച് എന്ന് പറയുന്നത് 3 ഏതൊക്കെയാണെന്നറിയോ? ബാക്ടീരിയ, ആർക്കെ, യൂക്കാരിയ. ഈ 3 മെയിൻ ബ്രാഞ്ച് എന്ന് പറയുന്നത് ഏത് ടാക്സോണമിക് ലെവലാണ്? ഡൊമൈൻ. ഓക്കെ, മനസ്സിലായോണ്ടോ? ഡൊമൈൻ ആണ് ആദ്യത്തെ. ഇനി ഇതിനകത്ത് ഒരെണ്ണത്തിൽ എടുക്കാം. നമുക്ക് എല്ലാത്തിൻ്റെ കാര്യം പറയേണ്ട കാര്യമില്ലല്ലോ, മനസ്സിലാക്കാൻ വേണ്ടി. യൂക്കാരിയ എന്ന് പറയുമ്പോഴത്തേക്ക് ഡൊമൈൻ കഴിഞ്ഞാൽ നമുക്കറിയാം കിങ്ഡം. യൂക്കാരിയോട്സ്, അതിൻ്റെ എത്ര കിങ്ഡമായിട്ട് നമുക്കറിയാം? മൊണീറ, ബോട്ടിസ്റ്റ, ഫംഗെ, പ്ലാന്റ്, അനിമേലിയ, അല്ലേ? അപ്പം ഇത്രയും കിങ്ഡംസ് വരുന്നുണ്ട്. അപ്പോൾ അടുത്ത ടാക്സോണമിക് ലെവലായി. ഇനി ഇതിനകത്ത് ഒരെണ്ണം എടുക്കാം. അനിമേലിയ എന്ന് പറയുന്ന കിങ്ഡം എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് 10 ഫൈലം വരുന്നുണ്ട്. കോഡേറ്റ, ആർത്രോപോഡ, മോളസ്ക, കുറേ 10 വരുന്നുണ്ട്. അപ്പം അത് വരുമല്ലോ. അപ്പോൾ അടുത്ത ഇപ്പം നോക്കിയുമ്പോൾ ഡൊമൈൻ വന്നു, കിങ്ഡം വന്നു, പിന്നെ ഫൈലം. ഇനി അതിനകത്ത് ഏതെങ്കിലും ഒരെണ്ണത്തിന് എടുക്കാം. കോഡേറ്റ എന്ന് പറയുന്ന ഫൈലം എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ കീഴിൽ വരുന്ന കുറേ ക്ലാസ്സുകൾ കാണത്തില്ലേ? മനസ്സിലായല്ലോ. അപ്പോൾ ഫൈലം കഴിഞ്ഞ് ക്ലാസ് ലെവലിൽ വന്നു. അപ്പോൾ അതിൽ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ക്ലാസ്സിനെ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ആ ക്ലാസ്സിൻ്റെ കീഴിൽ, മനസ്സിലായ, ആ പർട്ടിക്കുലർ ക്ലാസ്സിന് പല 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 ഓർഡേഴ്സ് ഉണ്ടായിരിക്കത്തില്ലേ? അവിടെയും ഒരു ഗ്രൂപ്പ് വരത്തില്ലേ? അതിനകത്ത് ഏതെങ്കിലും ഒരു ഓർഡറിനെ നമ്മൾ പിടിച്ചിട്ട് അതിൻ്റെ ജീനസുകൾ, കുറേ ജീനസുകൾ വരത്തില്ലേ? അങ്ങനെ അപ്പം കുറേ ജീനസുകൾ വന്നു.
എന്നിട്ട് അതിൽ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ജീനസിനെ എടുത്തിട്ട് നോക്കുമ്പോൾ അതിനകത്തുനിന്ന് വരുന്ന സ്പീഷീസ് ഏതാന്ന് നമുക്ക് മനസ്സിലാവത്തില്ലേ? അതാ പറയുന്നത്. ഇപ്പൊ നമ്മൾ ഒരെണ്ണത്തിനെ ഇങ്ങനെ ഫോളോ ചെയ്ത് വരുമ്പോൾ അതിന്റെ എവല്യൂഷണറി പാത്ത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഈ സ്പീഷീസിനെ നമ്മൾ പിന്തുടർന്ന് ഫോളോ ചെയ്തിങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇതിന്റെ കോമൺ ആൻസിസ്റ്റർ ഏതാന്ന് നമുക്ക് എത്താൻ പറ്റും. മനസ്സിലായോ? അപ്പം നല്ല അടുക്കി പറക്കി വെച്ചിരിക്കുകയാണ് ടാക്സോണമിക് ലെവൽസിന്റെ ആ ഹൈറാർക്കിയില്. ഏതില്? ട്രീ ഓഫ് ലൈഫില്. മനസ്സിലായോ? അപ്പോൾ അതാണ് അടുത്തൊരു ഫീച്ചർ. ടാക്സോണമിക് ലെവൽസ് അനുസരിച്ചിട്ട് ഹൈറാർക്കിയലി അറേഞ്ച് ചെയ്തിട്ടാണ് ഇരിക്കുന്നത് ഏത്? ട്രീ ഓഫ് ലൈഫ്. ഇനി ഇവല്യൂഷണറി ഡിസ്റ്റൻസ് നോക്കുകയാണെങ്കിൽ ഈ ബ്രാഞ്ചിന്റെ ഒരു ലെങ്ത് കൂടുകയാണെങ്കിൽ അത്രയും എന്താണ് ഈ രണ്ട് ഗ്രൂപ്പും തമ്മിൽ ഇവല്യൂഷൻ വൈസ് അത്രയും ഇവോൾവ് ആണ്, അത്രയും എന്താ പറയുക, അത്രയും വ്യത്യാസങ്ങൾ മീൻസ് അത്രയും ഡിസ്റ്റൻസ് ഉണ്ട് അവർ തമ്മിൽ. ഇവല്യൂഷണറി ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് കണ്ടോ, ലെങ്ത് ഓഫ് ദി ബ്രാഞ്ച്. ലെങ്ത് ഓഫ് ദി ബ്രാഞ്ച് എന്താ സൂചിപ്പിക്കുന്നത്? ഇവല്യൂഷണറി ഡിസ്റ്റൻസ് ആണ്. സ്പീഷീസ് അല്ലെങ്കിൽ ഗ്രൂപ്പ്സ് തമ്മിലുള്ള എവല്യൂഷണറി ഡിസ്റ്റൻസ് ആണ് കാണിക്കുന്നത്. അപ്പൊ അടുത്ത ബ്രാഞ്ച് ആണെങ്കിൽ ക്ലോസർ ബ്രാഞ്ചസ് ആണെങ്കിൽ എന്ത് കാണിക്കുന്നത്? റീസെന്റ് കോമൺ ആൻസിസ്റ്റർ ആയിരിക്കും കാണിക്കുക കേട്ടോ. പിന്നെ വേറൊരു രീതി നോക്കി കഴിഞ്ഞാൽ എന്താ ഈ ഒരു ബ്രാഞ്ച് ഇവിടുത്തെ ഒരു ഓർഗാനിസം, അതേപോലെ ഇവിടുത്തെ ഒരു ഓർഗാനിസം, അപ്പം അതിന്റെ ആ ബ്രാഞ്ചിന്റെ ലെങ്ത് കൂടുതലാണ്. അപ്പൊ ഇവർ തമ്മിൽ ഒരുപാട് വ്യത്യാസം ഉണ്ടായിരിക്കും കേട്ടോ. ഇവല്യൂഷൻ വൈസ് ഒത്തിരി ഇവോൾഡ് ഗ്രൂപ്പ് ആയിരിക്കും ഇവിടെ ഉള്ളതും ഇവിടെ ഉള്ളതും. അപ്പൊ ഇങ്ങോട്ട് ഉള്ളയാണെങ്കിൽ അത്രയും വ്യത്യാസം കാണത്തില്ല. അതാണ് ബ്രാഞ്ചിന്റെ ലെങ്ത് എന്ന് നമ്മൾ പറയുന്നത്. ബ്രാഞ്ചിന്റെ ലെങ്ത് കൂടുന്നതനുസരിച്ച് ഒത്തിരിയും ഇവോൾഡ് ആയിരിക്കും, ഒരുപാട് വ്യത്യാസങ്ങളും ഉണ്ടായിരിക്കും. ഡൈവേഴ്സിറ്റി. അപ്പം ഇപ്പം നമ്മൾ കണ്ട് എങ്ങനെയാണോ ട്രീ ഓഫ് ലൈഫ് കൺസ്ട്രക്ട് ചെയ്യുന്ന അതിന്റെ ഫീച്ചേഴ്സ്. അപ്പൊ ആ ഒരു ട്രീ ഓഫ് ലൈഫ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഈ ലോകത്തിൽ അതിന്റെ ഡൈവേഴ്സിറ്റി എങ്ങനെ തമ്മിൽ റിലേറ്റഡ് ആണ്, എങ്ങനെയാണ് ഒന്ന് അടുത്തതിനോട് ഇവല്യൂഷൻ വൈസ് റിലേറ്റ് ചെയ്തിരിക്കുന്നത്, എത്രത്തോളം ഡൈവേഴ്സിറ്റി ഉണ്ട്, എന്ത് ഫീച്ചേഴ്സ്, അതാണ് പറയുന്നത് കേട്ടോ. എന്ത് അഡീഷണൽ ന്യൂ ഫീച്ചർ വന്നിട്ടാണ് അടുത്തൊരു ഗ്രൂപ്പ് ഉണ്ടായത്, ഇതെല്ലാം നമുക്ക് ആ ഒരു ട്രീ ഓഫ് ലൈഫ് നോക്കിയിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, ഇനി അടുത്ത ഫീച്ചർ എന്ന് പറയുന്നത് ഈ ട്രീ ഒരു ഡൈനാമിക് ആണ്, ഒരു സ്റ്റാറ്റിക് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റ് അല്ല. ഡൈനാമിക് എന്ന് പറഞ്ഞാൽ എന്തുവാണെങ്കിൽ എപ്പോഴും മാറിക്കൊണ്ടേയിരിക്കും. അതെന്താ പറയുന്നത്? ഇപ്പം നമുക്കിപ്പോൾ ഉള്ളൊരു അറിവും ഇപ്പം നമുക്കറിയാം ഇന്നൊരു പർട്ടിക്കുലർ ഓർഗാനിസം ഉണ്ട്, ഇതിൽ നിന്ന് അടുത്തത് ഏതാണ് എന്നൊക്കെ ഇപ്പോൾ നമ്മുടെ ഒരു അണ്ടർസ്റ്റാൻഡിങ് വെച്ചിട്ട് നമ്മൾ അങ്ങനെയാണ് മനസ്സിലാക്കി വെച്ചിരിക്കുന്നത്. അത് വെച്ചിട്ടായിരിക്കുമല്ലോ ഒരു ട്രീ കൺസ്ട്രക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പം ഇപ്പോഴും റിസർച്ചുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. മൊളിക്കുലാർ ജനറ്റിക്സ് ഒക്കെ ഉപയോഗിച്ചിട്ട് കുറേ പരീക്ഷണങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുമ്പം അപ്പോഴാണ് മനസ്സിലാകുന്നത് കുറേ അധികം അഡീഷണൽ അപ്ഡേഷൻസ് വരുന്നത്. അപ്പം അപ്ഡേഷൻസ് വരുമ്പോൾ മനസ്സിലാകും ഇതിൻ്റെ ഇടയ്ക്ക് വേറെ ഒരു ഗ്രൂപ്പ് കൂടെ ഉണ്ട് എന്നൊക്കെയുള്ള ചില മോഡിഫിക്കേഷൻസ്. അങ്ങനെയുള്ള മോഡിഫിക്കേഷൻസ് എപ്പം വേണമെങ്കിലും ആ ട്രീ ഒരു പ്രാവശ്യം കൺസ്ട്രക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ട്രീക്ക് വീണ്ടും വീണ്ടും വന്നു ചേരാം, ബിക്കോസ് ഓഫ് ദി അപ്ഡേഷൻസ് ഫ്രം മൊളിക്കുലാർ ജനറ്റിക്സിലെ റിസർച്ചുകൾ നടന്നുകൊണ്ടേയിരിക്കുകയാണ്. അപ്പൊ അതിൽ നിന്ന് പുതിയ പുതിയ വിവരങ്ങൾ കിട്ടുന്നതനുസരിച്ച് നമ്മൾ അങ്ങനെയല്ലേ ഒരു കാര്യത്തെക്കുറിച്ച് മനസ്സിലാക്കി വെക്കുമ്പോൾ അതിനെ കൂടുതൽ കാര്യങ്ങൾ അറിയുമ്പോൾ നമ്മുടെ ആ നോളജ് അല്ലെങ്കിൽ അതിന്റെ ഒരു ഡെപ്ത്, അതിന്റെ ഒരു ഇതെല്ലാം ഇത്രയും കൂടെ അങ്ങ് എന്താ ഇൻക്രീസ് ചെയ്തില്ലേ? അതുപോലെ അതുകൊണ്ട് ട്രീ ഓഫ് ലൈഫ് എന്ന് പറയുന്നത് ഒരു സ്റ്റാറ്റിക് ആയിട്ടുള്ളൊരു കൺസെപ്റ്റ് അല്ല. ഇസ് ഓൾവേസ് ചേഞ്ചിങ്, ദിസ് ഓൾവേസ് സബ്ജക്റ്റഡ് ടു ചേഞ്ച് ബിക്കോസ് ഓഫ് ദി അപ്ഡേഷൻ ഫ്രം മൊളിക്കുലർ ബയോളജി സ്റ്റഡീസ്. ഉണ്ടോ? എപ്പോൾ വേണമെങ്കിലും മാറാം. ഇനി ഡൊമൈൻസ്, അതിനകത്ത് മൂന്ന് മെയിൻ ബ്രാഞ്ചസ് ആണ് ലൈഫിനുള്ളത്. ഏതൊക്കെയാണ്? ബാക്ടീരിയ, ആർക്കെ, യൂക്കാരിയ. പിന്നെ അതിൽ നിന്ന് പിന്നാണ് ഏതൊക്കെ ഡൊമൈൻ കഴിഞ്ഞിട്ട് പിന്നെ കിങ്ഡം, ഫൈലം, ക്ലാസ്, ഓർഡർ, ജീനസ്, സ്പീഷീസ്, അങ്ങനെ ഉള്ള നെക്സ്റ്റ് ടാക്സോണമിക് ലെവൽസ് എല്ലാം വരുന്നത്. അപ്പോൾ ആ ഒരു രീതിയിൽ യൂണിവേഴ്സിലുള്ള ഓർഗാനിസംസിനെ മൊത്തം ക്ലാസിഫൈ ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ട്രീ ലൈക്ക് സ്ട്രക്ചറാണ് ട്രീ ഓഫ് ലൈഫ്.
അപ്പോൾ I hope it's very clear to you what it means. With this, I'm going to stop today's section. Thank you. Body, I'm an icon, man. And my girl about a 10. I should fuck her in a Benz.